श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम् नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयप्रताका स्वामिन् इति नामिने नमो आचार्यपादाय निताय कृपाप्रदायिने गौरकथाधामदाय नगरग्रामतारिणे नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद मूकं करोति वाचालं भङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय नीलाचलनिवासाय नित्याय परमात्मने श्रीबलभद्र नाभ्यां श्रीजगन्नाथाय ते नमः। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्ण अनर्पितचरिं चिरात् करुणया अवतीर्ण कलौ समर्पयितुम् उन्नतो जलरसां स्वभक्तिश्रियं हरिपुरडसुन्दर द्युतिकदम्बसन्दीपित सदा हृदयकन्दरे स्फुरतु वा शचीनन्दन राधाकृष्णप्रणयविर्क्लादिनी शक्तिरस्मात् एकात्मानो अपि भुवि पुरा देहभेदं ददौ तौ चैतन्याख्यं प्रकटमधुना तद्वयं चैक्यमाप्तं राधा भावद्युते सुवलितं नौमि कृष्णस्वरूपम्। ഗോവിന്ദരാജ പ്രഭു അത് ഷെയർ ചെയ്തിരുന്നോ? ഇന്നലെ ഞാൻ അയച്ചത്. ഹരേ കൃഷ്ണ. മാതാജി എനിക്കൊന്ന് അയച്ചു തരുമോ? ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഹരേ കൃഷ്ണ. ഇപ്പൊ വായിക്കണം, ഓരോരുത്തരായിട്ട് വേഗം വേഗം വായിക്കണം, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ദിവസം വേണ്ടി വരും. അവതാരിക തന്നെ, അവതാരിക കുറെ ഉണ്ട്. അപ്പൊ ആരെങ്കിലും വായിക്കും. ഹരേ കൃഷ്ണ. ആദ്യത്തെ ഹരേ കൃഷ്ണ. ഭക്തിയുടെ സേവനത്തിനും ഭക്ത സേവനത്തിനും ഈശ്വര സാക്ഷാത്കാരത്തിനും വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. കർശനമായി പറഞ്ഞാൽ ഈശ്വരന്റെ അസ്തിത്വം അംഗീകരിക്കുന്ന ഏതൊരുവനും ഭക്തിയുത സേവനത്തിൽ സ്ഥിതി ചെയ്യുന്നു. ദൈവം മഹാനാണെന്ന് അംഗീകരിക്കുന്നത് നല്ലൊരു തുടക്കമാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം പോരാ, നമുക്ക് ഈശ്വരനുമായി ഒരു ബന്ധം സ്ഥാപിക്കാനും അതുവഴി ഈശ്വരന്റെ സുഹൃത്തോ സാക്ഷി രക്ഷിതാവോ അല്ലെങ്കിൽ കാമുകനോ ആയി തീരുവാനും കഴിയുമെന്ന് ആചാര്യൻ എന്ന നിലയിൽ ചൈതന്യ മഹാപ്രഭു നമ്മളെ പഠിപ്പിക്കുന്നു. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ തന്റെ വിശ്വരൂപം അർജുനനെ ദർശിപ്പിച്ചു. എന്തുകൊണ്ടെന്നാൽ അർജുനൻ അവിടുത്തെ പരമപ്രിയ മിത്രമായിരുന്നു.
കൃഷ്ണനെ വിശ്വപ്രപഞ്ചത്തിന്റെ ഈശ്വരനായി ദർശിച്ചതിനു ശേഷം അർജുനൻ തന്റെ സുഹൃത്ത് ബന്ധത്തിന്റെ സുപരിചിതത്വം മൂലം ചെയ്തു പോയതെല്ലാം പൊറുക്കണമെന്ന് കൃഷ്ണനോട് അഭ്യർത്ഥിച്ചു. ശ്രീ ചൈതന്യൻ ഈ ബന്ധത്തിന്റെയും നിലവാരത്തെ അതിക്രമിക്കുന്നു. ശ്രീ ചൈതന്യയിലൂടെ നമുക്ക് കൃഷ്ണന്റെ സുഹൃത്തുക്കളാകാൻ കഴിയും. ആ ബന്ധത്തിന് യാതൊരു പരിമിതിയുമില്ലാത്ത രീതിയിൽ കേവലം ഭയഭക്തിയിലോ ആരാധനാഭാവത്തോടെയോ അല്ല, സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ തന്നെ നമുക്ക് കൃഷ്ണനോട് സുഹൃത്ത് ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കും എന്ന് മാത്രമല്ല, ഭഗവാനോട് മാതൃഭാവത്തിലും പിതൃഭാവത്തിലും വാത്സല്യ ബന്ധം പുലർത്തുവാനും നമുക്ക് സാധിക്കും. ഇത് ചൈതന്യ ചരിതാമൃതത്തിന്റെ മാത്രമല്ല, ശ്രീമദ് ഭാഗവതത്തിന്റെയും തത്വശാസ്ത്രമാകുന്നു. ഈശ്വരനെ ഒരു ഭക്തന്റെ പുത്രൻ എന്ന നിലയിൽ കാണാൻ കഴിയുന്ന മറ്റൊരു തത്വശാസ്ത്രം ലോകത്തിൽ എവിടെയുമില്ല. സാധാരണയായി ഈശ്വരൻ തന്റെ പുത്രന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന പിതാവായാണ് കരുതപ്പെടുന്നത്. എന്നാൽ മഹാഭക്തന്മാർ അവരുടെ ഭക്തിയുത നിർവഹണത്തിൽ ചിലപ്പോൾ ഈശ്വരനെ അവരുടെ പുത്രനായി കാണുന്നു. പുത്രൻ ആവശ്യപ്പെടുന്നു, മാതാപിതാക്കൾ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. അപ്രകാരം കൃഷ്ണൻ ആവശ്യപ്പെടുന്നത് നൽകുമ്പോൾ ഭക്തൻ ഒരു പിതാവിനെയോ മാതാവിനെയോ പോലെ ആയിത്തീരുന്നു. ഇങ്ങോട്ടൊന്നും കാക്ഷിക്കാതെ ഇവിടെ നാം ഈശ്വരന് അങ്ങോട്ട് നൽകുകയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. നമ്മൾ കണ്ടു ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ കണ്ടു, ഇല്ലേ? അതുപോലെ തന്നെ ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നും നമ്മൾ കണ്ടു. ഇത് ഒരു സാധാരണ ഒരു അവതാരമല്ല. ഇത് സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. അവതാരമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് യുഗസന്ധ്യയിൽ, കലിയുഗത്തിന്റെ യുഗസന്ധ്യയിൽ അവതരിച്ചത്. ഇതേക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എപ്പോഴാണ് ഈ ഇങ്ങനെയുള്ള അവതാരങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഭഗവാൻ സ്വയം വരിക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ രൂപ ഗോസ്വാമി ആണ് നമ്മളെ ഇത് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം രൂപാനുഗാസാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലുള്ളവരെ രൂപാനുഗാസ് എന്ന് പറയപ്പെടുന്നത്? കാരണം നമ്മള് രൂപ ഗോസ്വാമിയുടെ ശിക്ഷണങ്ങളാണ് നമ്മൾ പിന്തുടരുന്നത്. ഭഗവത്ഗീതയിലെ ഭഗവാൻ പറയുന്നുണ്ട്, സർവധർമ്മൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. നിങ്ങൾ എന്നില് പരിപൂർണമായിട്ട് സമർപ്പിതരാകൂ, എന്നാൽ ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്ന്, ഇല്ലേ? പക്ഷേ ഭഗവാൻ ഇത് പറയുന്നില്ല എങ്ങനെ നമ്മൾ സമർപ്പിതരാകണം എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നില്ല. അതുപോലെ തന്നെ പ്രേമഭക്തിയെക്കുറിച്ച് ഭഗവാൻ നമ്മളെ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ഇതെല്ലാം നമുക്ക് ആരാ തന്നത്? മഹാപ്രഭുവാണ്. എങ്ങനെ നമുക്ക് ഭഗവാനിൽ സ്വയം സമർപ്പിതരാകാൻ സാധിക്കും? പ്രേമഭക്തി എന്താണ്? ഇതൊക്കെ മഹാപ്രഭുവാണ് നമ്മളെ പഠിപ്പിച്ചത്. നമുക്ക് ഇതെല്ലാം മഹാപ്രഭു എന്താ അങ്ങേയറ്റം മഹാപ്രഭുവിന്റെ കൃപ കൊണ്ടാണ് നമുക്കിതെല്ലാം ലഭിച്ചത്. മഹാപ്രഭുവിന്റെ മുൻപില് ആരെല്ലാം വന്നു പെട്ടുവോ അവർക്കെല്ലാം മഹാപ്രഭുവിന്റെ കാരുണ്യം വാരിക്കോരി കൊടുക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ പതിതാത്മാക്കളാണ്. നമുക്കാർക്കും ഇതിനുള്ള യോഗ്യതയില്ല, നമുക്ക് ആർക്കും തന്നെ ഇല്ല. പക്ഷെ മഹാപ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമുക്കിതെല്ലാം മനസ്സിലാക്കാനും നമുക്ക് ഭക്തിയുടെ സേവനത്തിലൂടെ ഭഗവത് പ്രാപ്തി കൈവരിക്കാമെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മഹാപ്രഭുവിന്റെ അങ്ങേയറ്റം കരുണ കൊണ്ട് മാത്രമാണ്. നമുക്കറിയാം ഗോലോകേര പ്രേമധന ഹരിനാമ സങ്കീർത്തന. ഗോലോകത്തിലെ പ്രേമധനമാണ്, താരക മന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അത് മഹാപ്രഭുവാണ് നമുക്ക് ഈ ഭൗതിക ലോകത്തിലുള്ള പതിതാത്മാക്കൾക്ക് വേണ്ടി അത് വിതരണം ചെയ്തത്. കാരണം കലിയുഗത്തിൽ നമുക്ക് വേറെ ഒന്നും സാധിക്കില്ല. യജ്ഞങ്ങൾ നടത്താനോ തപസ് ചെയ്യാനോ ഉള്ള ആയുസ്സുമില്ല, അതിനുള്ള സാഹചര്യങ്ങളില്ല, നമുക്കതിനുള്ള കഴിവുമില്ല. അപ്പം കലിയുഗത്തിലെ പതിതാത്മാക്കൾക്ക് ഭഗവത് പ്രാപ്തി കൈവരിക്കാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത്. ഇത് ഏത് സമയത്തും എവിടെ ഇരുന്നും എപ്പോഴും ജപിക്കാം. ഇതിന് പ്രത്യേകം ഒരു ചിട്ടവട്ടങ്ങളോ ഒന്നും ആവശ്യമില്ല. ഭഗവത്ഗീതയില് നമുക്കറിയാം ഭഗവാൻ നമുക്ക് തന്നതൊരു പ്രാഥമിക ജ്ഞാനം മാത്രമാണ്. അതായത് പലതരത്തിലുള്ള യോഗകളെ കുറിച്ച് പറഞ്ഞു, ഇല്ലേ? കർമ്മയോഗം, ജ്ഞാനയോഗം, അഷ്ടാംഗയോഗം, ഇതിനെക്കുറിച്ചെല്ലാം ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നു. പ്രാഥമികമായിട്ടുള്ള ഒരു അറിവ് മാത്രമാണ് നമുക്ക് തന്നത്. പക്ഷേ നമ്മൾ ആത്മാവാണ് എന്നും നമ്മൾ കണ്ടു, ഇല്ലേ?
പക്ഷേ ഈ ആത്മാവ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഭഗവത്ഗീതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയോ? ഇല്ല. അതും ആരാണ് നമുക്ക് പറഞ്ഞു തന്നത്? മഹാപ്രഭുവാണ് നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ടാണ് മഹാപ്രഭുവിനെ നമോ മഹാവതന്യായ എന്ന രൂപ ഗോസ്വാമി വിശേഷിപ്പിച്ചത്. ഒരു ഭക്തന് വേണ്ടുന്ന, അല്ലെങ്കിൽ ഒരു പതിതാത്മാവിന് ആധ്യാത്മികതയിൽ താല്പര്യമുള്ള പതിതാത്മാക്കൾക്ക്, അതായത് ഭൗതികമായിട്ടുള്ള വിരക്തി കൈവരിച്ചവർക്ക്, ഇനി ഈ ഭൗതിക ലോകത്തിൽ വേണ്ട, തുടരണ്ട എന്ന ആഗ്രഹമുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചു തന്നു. നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിലൂടെ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അത്രയ്ക്ക് കാരുണ്യവാനാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. മഹാപ്രഭു എന്താ പറഞ്ഞത്? നിങ്ങൾ ആരെ കണ്ടാലും, യാരെ ദേഖോ താരെ കഹോ കൃഷ്ണ ഉപദേശം. നിങ്ങൾ ആരെ കണ്ടാലും ഇത് മാത്രം പറഞ്ഞാൽ മതി, ഭഗവാനെ കുറിച്ച് പറഞ്ഞാൽ മതി, ഭഗവാന്റെ ഉപദേശങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ മതി. ഗ്രഹേത്താക്കോ വനേത്താക്കോ സദാ ഹരി ബോലേത്താക്കോ. നിങ്ങൾ വീട്ടിലായാലും നാട്ടിലായാലും കാട്ടിലായാലും എന്താ ചെയ്യേണ്ടത്? എപ്പോഴും ഹരിയുടെ നാമം ജപിക്കൂ. ഹരി 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 എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചത്. നമുക്കറിയാം, ഭഗവാൻ സർവനിയന്താവാണ്, പരിപാലകനാണ്, എല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇല്ലേ? പക്ഷേ മഹാപ്രഭു പറയുന്നത് എന്താണ്? നമുക്ക് ഭഗവാനുമായിട്ട് എങ്ങനെ ബന്ധം സ്ഥാപിക്കാം, വ്യക്തിപരമായിട്ട് നമുക്ക് എങ്ങനെ ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കാം എന്ന് മനസ്സിലാക്കി തന്നത് ആരാണ്? മഹാപ്രഭുവാണ്. പരിപൂർണ സ്വാതന്ത്ര്യത്തോടെ ഭഗവാനുമായിട്ട് നമുക്ക് ഇടപഴകാൻ സാധിക്കുമെന്ന് മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചു. വൃന്ദാവനത്തിലെ ഗോപന്മാരും ഗോപികമാരും ഒക്കെ എങ്ങനെയാണോ ഭഗവാനുമായിട്ട് ഇടപഴകിയത്, അത് ചിന്തിച്ചിരുന്നില്ല, അവർക്കറിയില്ലായിരുന്നു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൃഷ്ണൻ മാത്രമാണ്. കൃഷ്ണനെ ഫോക്കസ് ചെയ്തിട്ടാണ് അവരുടെ എല്ലാ കാര്യങ്ങളും തന്നെ. അപ്പൊ അതുപോലെ നമുക്കും സാധിക്കും എന്ന് നമ്മളെ മനസ്സിലാക്കി തന്നത് ആരാണ്? മഹാപ്രഭുവാണ്. അതായത് നമുക്കറിയാം 5 രസങ്ങളുണ്ട്, ഇല്ലേ? 12 രസങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനം 5 രസങ്ങളാണ്: ശാന്തം, ദാസ്യം, സഖ്യം, വാത്സല്യം, മാധുര്യ, പ്രേമം. ഈ രസങ്ങളിൽ കൂടി നമുക്ക് ഭഗവാനെ ആരാധിച്ച് ഭഗവത് പ്രാപ്തി കൈവരിക്കാമെന്ന് മഹാപ്രഭു നമുക്ക് മനസ്സിലാക്കി തന്നു. അതായത് ഗോപന്മാരും ഗോപികമാരും ഒക്കെ അവര് സാഖ്യരസത്തിലുണ്ട്, പിന്നെ വാത്സല്യ രസത്തിലുണ്ട്, മാധുര്യ പ്രേമത്തിലും ഉണ്ട്. ഇതില് യശോദാനന്ദഗോപരൊക്കെ വാത്സല്യ രസത്തിലാണ്. ഭഗവാന്റെ സഖാക്കളെല്ലാം സാഖ്യരസത്തിലുണ്ട്, ദാസ്യരസത്തിലുണ്ട്. അവരത് പരിപൂർണ സ്വാതന്ത്ര്യത്തോടെയാണ് ഭഗവാനുമായിട്ട് ഇടപഴകിയിരുന്നത്. അപ്പൊ ആ ഭഗവാൻ ആനന്ദം കൊടുക്കാനും ഭഗവാനും അതേപോലെ തന്നെ തിരിച്ച് തൻ്റെ ഭക്തർക്ക് ആനന്ദം കൊടുക്കാനും ഒരേപോലെ സാധിച്ചു. അതെന്തുകൊണ്ടാണ്? അവിടെ വിലക്കുകളില്ല, എന്താ പറയുക, അവിടെ അതിരുകളില്ല. പരിപൂർണ സ്വാതന്ത്ര്യത്തോടെ ഭഗവാനുമായിട്ട് ഇടപഴകാനുള്ള എല്ലാ അധികാരവും ഭഗവാൻ കൊടുത്തിരുന്നു അവർക്ക്. അച്ഛനമ്മമാരായാലും ഗോപികമാരായാലും ഗോപന്മാരായാലും അവർക്കൊക്കെ അവരുടെ ഉള്ളിൽ ഏത് ഭാവമാണോ അതിനനുസരിച്ച് പരിപൂർണ സ്വാതന്ത്ര്യത്തോടെ ഇടപഴകാൻ അവർക്ക് സാധിച്ചിരുന്നു. അപ്പൊ അവർക്ക് ആ പരിപൂർണ ആനന്ദം പരസ്പരം അനുഭവിക്കാൻ, ഭഗവാനും തൻ്റെ ഭക്തർക്കും പരിപൂർണ ആനന്ദം അനുഭവിക്കാനും സാധിച്ചിരുന്നു. ഇപ്പൊ നമ്മളൊക്കെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു അകൽച്ചയുണ്ട് അവിടെ, ഇല്ലേ? വിഷ്ണുവിൻ്റെ അടുക്കലാണെങ്കിലും ഒരകൽച്ചയാണ്. നമുക്ക് പരിപൂർണ സ്വാതന്ത്ര്യത്തോടെ അവിടെ പെരുമാറാൻ സാധിക്കില്ല വിഷ്ണുവിൻ്റെ അടുക്കൽ, ഇല്ലേ? അവിടെ ഭയഭക്തി ബഹുമാനമാണ് വരിക. പക്ഷെ കൃഷ്ണൻ എന്ന് പറയുമ്പം നമ്മുടെ ഉള്ളിൽ നമുക്കത് വരുന്നില്ല. നമുക്കൊരു നമ്മളുടേത് എന്നുള്ളൊരു ഭാവമാണ് ഭഗവാനോട് നമുക്കുള്ളത്. ഈ ഒരു ഭാവം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കി തന്നത് ആരാണ്? ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ്. മഹാപ്രഭു വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഭാവത്തെക്കുറിച്ചോ ഇത്തരം സ്വാതന്ത്ര്യമായിട്ട് ഭഗവാനുമായിട്ട് ഇടപഴകാൻ സാധിക്കുമെന്നോ ഭക്തിയുടെ സേവനത്തിലൂടെ ഭഗവത് പ്രാപ്തി കൈവരിക്കാൻ സാധിക്കുമെന്നോ എന്നൊന്നും നമുക്കറിയാൻ സാധിക്കില്ലായിരുന്നു. ഇവിടെ പറയുന്നുണ്ട്, മഹാഭക്തന്മാർ അവരുടെ ഭക്തിയുടെ സേവന നിർവഹണത്തിൽ ചിലപ്പോൾ ഈശ്വരനെ അവരുടെ പുത്രനായിട്ട് കാണുന്നു. പുത്രൻ ആവശ്യപ്പെടുന്നു, മാതാപിതാക്കൾ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. അപ്രകാരം കൃഷ്ണൻ ആവശ്യപ്പെടുന്നത് നൽകുമ്പോൾ ഭക്തൻ ഒരു പിതാവിനെയോ മാതാവിനെയോ പോലെ ആയിത്തീരുന്നു. ഇങ്ങോട്ടൊന്നും കാക്ഷിക്കാതെ അവിടെ നാം ഈശ്വരൻ അങ്ങോട്ട് നൽകുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഉള്ളിലെ ഭാവം അനുസരിച്ചിട്ടാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ സഖാവായിട്ടോ മിത്രമായിട്ടോ നമ്മളുടെ മകനായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ എല്ലാമായിട്ടോ നമുക്ക് ഭഗവാനെ ഏത് രൂപത്തിലും ആരാധിക്കാം. അവരവരുടെ ഇഷ്ടം പോലെയാണ്. എങ്ങനെ നമ്മൾ ആരാധിച്ചാലും യഥാമ പ്രപദ്യന്റെ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഏത് രീതിയിലാണോ ഭഗവാനെ സമീപിക്കുന്നത്
അതേ രീതിയിൽ ഭഗവാൻ നമ്മളോട് റെസിപ്രോക്കേറ്റ് ചെയ്യും. ഇപ്പം വാത്സല്യ രസത്തിലാണെങ്കിൽ നമ്മള് മക്കളെ വളർത്തുന്നു ഇല്ലേ, മക്കളെ വളർത്തുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നു. നമ്മളെ തിരിച്ച് പ്രതീക്ഷിച്ചിട്ടാണോ? പ്രതീക്ഷയില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വയസ്സായി കഴിയുമ്പോൾ, നമുക്ക് വയ്യാണ്ടായി കഴിയുമ്പോൾ നമ്മളെ നോക്കും എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മളുടെ ഉള്ളിലുണ്ട് ഇല്ലേ. പക്ഷെ ഇവിടെ യശോദാമ്മയ്ക്കും നന്ദഗോപർക്കും അങ്ങനെ ഒരു ചിന്തയേ ഉണ്ടായിരുന്നില്ല. അവർക്ക് സദാസമയം ഭഗവാൻ മാത്രം, കൃഷ്ണൻ മാത്രമാണ്, തങ്ങളുടെ മകൻ മാത്രം. തങ്ങളുടെ മകന്റെ ഇഷ്ടം എന്താണ്, അവന് എന്ത് ചെയ്യണം അവനെ സന്തോഷിപ്പിക്കാൻ എന്നാണ് അവരുടെ ചിന്ത. അല്ലാതെ അവര് തിരിച്ചിങ്ങോട്ട് നോക്കും അങ്ങനെ ഒരു പ്രതീക്ഷയോടെ അല്ല അവര് കൃഷ്ണനെ പരിപാലിച്ചിരുന്നത്. തങ്ങളുടെ എല്ലാം അതുപോലെ കൂട്ടുകാരാണെങ്കിലും അതെ, തങ്ങളുടെ എല്ലാം തന്നെ ഒരു നിമിഷം പോലെ അവർക്ക് കൃഷ്ണനെ പിരിഞ്ഞിരിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അപ്പം ഒരു പ്രതിഫലം ആഗ്രഹിക്കാതെയുള്ള നിസ്വാർത്ഥ സ്നേഹമാണ് നമുക്ക് യശോദാനന്ദ ഗോപരിലും അതുപോലെ തന്നെ ഗോപികമാരിലും ഗോപന്മാരിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ആ നിസ്വാർത്ഥ സ്നേഹം എങ്ങനെ ഭഗവാന് കൊടുക്കാം എന്ന് മഹാപ്രഭുവാണ് നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെ നമുക്ക് ഭഗവത് പ്രാപ്തി കൈവരിക്കാൻ സാധിക്കും. നമുക്കിഷ്ടമുള്ള ഒരാള്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആ വ്യക്തിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, നമ്മളുടെ ഭർത്താവായാലും ഭാര്യയായാലും മക്കളായാലും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിക്കും ഇല്ലേ. എന്തുകൊണ്ടാണ്? അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. അതുപോലെയാണ് ഇവിടെ ഗോപികമാരും യശോദാമ്മയും നന്ദഗോപരും ഒക്കെ, അവർക്ക് ഭഗവാനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അവരുടെ എല്ലാമാണ് ഭഗവാൻ. അവർക്ക് ശ്രീകൃഷ്ണ തങ്ങളുടെ മകൻ അല്ലെങ്കിൽ തങ്ങളുടെ സഖാവ് ഭഗവാനാണ് എന്ന് അവരൊരിക്കലും അറിഞ്ഞിരുന്നില്ല. അവരംഗീകരിച്ചിരുന്നേയില്ല. ആരെങ്കിലും അവരോട് പറഞ്ഞാലും അവർ കളിയാക്കും. ഇവനാണോ ഭഗവാൻ, ഇവനാണോ നാരായണൻ എന്നാ ചോദിക്കുക. യശോദാമ്മ കളിയാക്കിക്കൊണ്ട് ചോദിക്കും, നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? നാരായണൻ ഇങ്ങനെയാണോ ചെയ്യുക? മറ്റുള്ള വീടുകളിൽ പോയി വെണ്ണ മോഷ്ടിക്കുക, പിന്നെ ഗോപികമാരുടെ വസ്ത്രങ്ങൾ തൂക്കിയിടുക, ഇതൊക്കെ നാരായണൻ ചെയ്യുമോ? പശുവിനെ കെട്ടഴിച്ചു വിടുക, അവരുടെ വാലിൽ തൂങ്ങിക്കിടക്കുക, ഇതൊക്കെയാണോ നാരായണൻ ചെയ്യുക? നിങ്ങൾക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ? ഭ്രാന്താണോ നിങ്ങൾക്ക് എന്നാണ് യശോദാമ്മ ചോദിക്കുക. അവരാരും ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല തങ്ങളുടെ മകൻ നാരായണനാണ് അല്ലെങ്കിൽ തങ്ങളുടെ സുഹൃത്ത് നാരായണനാണ് എന്ന്. അവര് കളിയാക്കുമായിരുന്നു. ഓരോ അസുരന്മാരെ വധിച്ചു കഴിയുമ്പോൾ കളിയാക്കും, കൃഷ്ണ നീ തന്നെയല്ല, ഞങ്ങളുടെ കൂട്ടുകെട്ട് കൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ശക്തി കൊണ്ടാണ് നിനക്ക് ആ അസുരനെ കൊല്ലാൻ സാധിച്ചത് എന്ന്. അതുപോലും അവരെ അംഗീകരിച്ചു കൊടുത്തിരുന്നില്ല. കാരണം എന്താണ്? അത്രയ്ക്ക് സ്നേഹമാണ് അവർക്ക് കൃഷ്ണനോട്. ഇനി അടുത്ത പാരഗ്രാഫ് ആരെങ്കിലും വായിക്കും? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണന്റെ മാതാവായ യശോദ ഈ ബന്ധത്തിലാണ് കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞത്. ഇത് ഭക്ഷിക്കൂ, ഇല്ലെങ്കിൽ നീ മരിച്ചു പോവും. നന്നായി ഭക്ഷിക്കൂ. ഈ വിധത്തിൽ എല്ലാറ്റിന്റെയും ഉടമസ്ഥനെങ്കിലും അവിടുന്ന് ഭക്തന്മാരുടെ കാരുണ്യത്തെ ആശ്രയിക്കുന്നു. താൻ കൃഷ്ണന്റെ പിതാവോ മാതാവോ ആണെന്ന് ഒരു ഭക്തൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഈ ബന്ധം അസാധാരണമാം വിധം ഉയർന്ന നിലവാരത്തിലുള്ളതാണ്. എന്നാൽ കൃഷ്ണനെ ഒരുവന്റെ കാമുകനായി കാണാമെന്ന ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശമാണ് അവിടുത്തെ ഏറ്റവും മഹത്തായ വരദാനം. ഈ ബന്ധത്തിൽ ഭക്തനോട് അങ്ങേയറ്റം ആസക്തനാകുന്ന ഭഗവാൻ ആ ഭക്തന്റെ സ്നേഹം തിരിച്ചു നൽകുന്നതിൽ തന്റെ അസമർത്ഥത പോലും പ്രകടിപ്പിക്കുന്നു. വൃന്ദാവനത്തിലെ ഇടയ പെൺകുട്ടികളായ ഗോപികമാരുടെ സ്നേഹം തിരിച്ചു നൽകാൻ കഴിയാത്ത വിധം കൃഷ്ണൻ അവരോട് കടപ്പെട്ടിരുന്നു. എനിക്ക് നിങ്ങളുടെ സ്നേഹം തിരിച്ചു നൽകാൻ സാധിക്കുന്നില്ല. കൃഷ്ണൻ അവരോട് പറഞ്ഞു, പകരം നൽകാൻ എന്റെ പക്കൽ ഇനിയൊന്നും അവശേഷിക്കുന്നില്ല. ഇതിനു മുമ്പ് മറ്റൊരു അവതാരമോ ആചാര്യനോ നൽകിയിട്ടില്ലാത്ത കാമുക ബന്ധത്തിന്റെ തലത്തിലുള്ള ഈ ഉന്നതവും അത്യുത്കൃഷ്ടവുമായ ഭക്തിയുത സേവനം ചൈതന്യ മഹാപ്രഭുവിനാൽ നൽകപ്പെട്ടു. അതിനാൽ കൃഷ്ണദാസക വിരാജൻ തന്റെ ഗ്രന്ഥത്തിന്റെ 4-ാം ശ്ലോകത്തിൽ ശ്രീലരൂപ ഗോസ്വാമിയെ ഉദ്ധരിച്ച് എഴുതുന്നു. ചൈതന്യ മഹാപ്രഭു സ്വർണവർണ്ണത്തിലുള്ള കൃഷ്ണനാണ്. സചീദ് മാതാവിന്റെ പുത്രനാകയ സചീ നന്ദനവുമാണ്. പരമ ഔദാര്യവാനാണ് അവിടുന്ന്. എന്തെന്നാൽ പരിശുദ്ധ കൃഷ്ണപ്രേമം എല്ലാവർക്കും നൽകുവാനാണ് അവിടുന്ന് വന്നത്. നിങ്ങൾ എല്ലായ്പ്പോഴും സ്വഹൃദയങ്ങൾ അവിടുത്തെ സൂക്ഷിക്കുമാറാകട്ടെ. അവിടുന്നിലൂടെ കൃഷ്ണനെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. നമുക്കൊരിക്കലും ഭഗവാന്റെ അച്ഛനമ്മമാരാകാൻ സാധിക്കത്തില്ല. കാരണം എന്താ? അതൊരു പെർമനന്റ് പോസ്റ്റാണ്. ഭഗവാൻ എപ്പോഴൊക്കെ അവതരിച്ചാലും എവിടെയൊക്കെ അവതരിച്ചാലും ഈ നന്ദഗോപർ യശോദ അവര് തന്നെയാണ് എപ്പോഴും അച്ഛനമ്മമാരായിട്ട് വരിക. അതവരുടെ പുണ്യമാണ്. അവരുടെ ആ ഭഗവാനോടുള്ള ഭക്തിയുടെ പുണ്യം കൊണ്ടാണ് അവർക്കത് സാധിച്ചത്. പക്ഷെ നമുക്ക്
അച്ഛന അച്ഛനമ്മമാരാകാൻ സാധിച്ചില്ലെങ്കിലും അവരുടെ സേവകരാകാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാത്സല്യ രസത്തില് ഭഗവാനെ ആരാധിക്കണം. അങ്ങനെ നമ്മൾ ആരാധിച്ച് നമ്മളുടെ ഉള്ളിലെ അനർത്ഥങ്ങളെല്ലാം പോയി, നമുക്കറിയാം 8 പടികളുണ്ട്. സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, അങ്ങനെ വന്ന് ഭാവ പ്രേമ തലത്തിലെത്തണം. ആ വാത്സല്യ രസത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇവരുടെ സേവകരായി തീർന്ന് അങ്ങനെ നമുക്ക് ഭഗവാന് ആ മാതാവിന്റെ വാത്സല്യം അല്ലെങ്കിൽ പിതാവിന്റെ വാത്സല്യം, അതായത് അച്ഛനമ്മമാരുടെ വാത്സല്യം കൊടുക്കാനും നമുക്ക് സാധിക്കും. അതിനുള്ള അവസരം നമുക്ക് കിട്ടും. ഇപ്പൊ യശോദ നന്ദഗോപർ എന്ന് പറയുന്നത് അവര് എക്സാൾട്ടഡ് ഡിവോട്ടീസ് ആണ്. അവര് ഉന്നത തലത്തിലുള്ള ഭക്തരാണ്. പക്ഷെ അവരുടെ സേവകരാകാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെയായി കഴിഞ്ഞാൽ ഭഗവാന് നമുക്ക് ആ വാത്സല്യ രസം പകർന്നു കൊടുത്ത് നമുക്കും ആ ആനന്ദം അനുഭവിക്കാന് നമുക്ക് സാധിക്കും. അപ്പം ഈ രസത്തിലാണ്, വാത്സല്യ രസത്തിലാണ് യശോദ നന്ദഗോപര് തങ്ങളുടെ മകനായ കൃഷ്ണനോട് പെരുമാറിയിരുന്നത്. അപ്പം ഭക്ഷണം കഴിപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതും വസ്ത്രം അണിയിക്കുന്നതും ശാസിക്കുകയും ഒക്കെ ചെയ്യും, വഴക്ക് പറയുകയും ഒക്കെ ചെയ്യും. കുറുമ്പ് കാട്ടുമ്പോൾ ശാസിക്കും, വഴക്ക് പറയും. നമുക്കറിയാം, കാർത്തിക മാസം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, ദാമോദര ലീലയില് മറ്റുള്ളവരുടെ പരാതി കേട്ട് മടുത്തിട്ടാണ് എൻ്റെ മകൻ ഇങ്ങനെയായാൽ ശരിയാവില്ല, എൻ്റെ മകനെ നന്നാക്കി എടുക്കേണ്ടത് എൻ്റെ കടമയാണ്. ഒരു അമ്മയുടെ കടമയാണ് തൻ്റെ മക്കളെ നേരായ രീതിയിൽ വളർത്തിയെടുക്കുക. അതാണ് യശോദാമ്മ ചിന്തിച്ചത്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, മറ്റുള്ള വീടുകളിൽ പോയി വെണ്ണ മോഷ്ടിക്കുക, നാളെ എൻ്റെ മകൻ ഒരു കള്ളനായി തീരും, അത് പറ്റില്ല. അവനെ നല്ലവണ്ണം ശിക്ഷിച്ച് അവനെ അത് നേരായ മാർഗത്തിൽ കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്നാണ് യശോദാമ്മ ചിന്തിച്ചത്. അതിനുവേണ്ടിയാണ് വടിയെടുത്ത് അടിക്കാനായിട്ട് പിന്നാലെ ഓടിയത്. ഇല്ലെങ്കിൽ ആർക്കെങ്കിലും സാധിക്കുമോ? പരബ്രഹ്മമാണ് ഭഗവാൻ, സാക്ഷാൽ പരമസത്യമാണ്. അങ്ങനെയുള്ള ഭഗവാനെ അടിക്കാൻ, ഇട്ടോടിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? പിടിച്ചു കെട്ടാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അത് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്കേ സാധിക്കുകയുള്ളൂ, യശോദാമ്മയ്ക്ക് മാത്രം, വേറെ ആർക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് യശോദാമ്മ എന്ത് പുണ്യം ചെയ്യുന്നതാണ് എന്നൊരു കീർത്തനമുണ്ട്. എന്ത് പുണ്യം ചെയ്തിട്ടാണ് യശോദാമ്മയ്ക്ക് ഇത് സാധിച്ചത് എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അത്രയ്ക്കാണ് യശോദാമ്മയുടെ ഭഗവാനോടുള്ള ഭക്തി എന്ന് പറയുന്നത്. നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് യശോദാമ്മയ്ക്ക് ഭഗവാനോട്. അതുകൊണ്ടാണ് ഭഗവാനെ കെട്ടിയിടാന് സാധിച്ചത്. ഭഗവാന്റെ കൃപയും യശോദാമ്മയുടെ പരിശ്രമവും. ഓടി ഓടി ക്ഷീണിച്ചു, എന്നാൽ പോട്ടെ എന്ന് വെച്ച് വിട്ടില്ല. ഇവനെ കെട്ടിയിട്ടിട്ട് തന്നെ കാര്യം എന്ന മട്ടിൽ എത്രയും വയ്യാണ്ടായിട്ടും, യശോദാമ്മയ്ക്ക് നല്ല പ്രായമുണ്ട്, ഓടി ഓടി നല്ല തടിയുള്ള ശരീരമാണ്. ആ തടിയും വെച്ചും കൊണ്ടാണ് പിന്നാലെ ഓടുന്നത്. ഓടി ഓടി തളർന്നിട്ടും വിട്ടുകൊടുത്തില്ല. ഇവനെ ഞാൻ കെട്ടിയിട്ടിട്ട് തന്നെ കാര്യം, ഇവന്റെ കുറുമ്പ് ഇന്ന് ഞാൻ അവസാനിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നുള്ള വാശിയിലാണ്. പരിശ്രമവും ഭഗവാന്റെ കാരുണ്യം കൂടാതെ ഭഗവാനെ നമുക്ക് കിട്ടില്ല ഒരിക്കലും. ഭഗവാനെ കെട്ടിയിടാനും വേണം ഒരു കാരുണ്യം. അവിടെ ഭഗവാന്റെ കൃപാശക്തിയാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് യശോദാമ്മയ്ക്ക് ഭഗവാനെ കെട്ടിയിടാന് സാധിച്ചത്. ആ നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം, അതാണ് യശോദ നന്ദഗോപരെ ഭഗവാന് കൊടുത്തിരുന്നത്. അതേപോലെ നമ്മൾ ആ വാത്സല്യ രസത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ഭഗവാനെ കെട്ടിയിടാൻ സാധിക്കില്ല എങ്കിലും അവരെ യശോദ നന്ദഗോപരെ സേവിച്ചുകൊണ്ട് ഭഗവാനോടുള്ള വാത്സല്യ രസം പ്രകടിപ്പിക്കാന് നമുക്ക് ഭഗവാനെ താലോലിക്കാനും ഭഗവാനെ സേവിക്കാനും ഒക്കെ നമുക്ക് അവസരം കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ നാരായണനാണെങ്കിൽ അവിടെ ഒരു അകൽച്ച വരും, ഭയഭക്തി ബഹുമാനം വരും. അപ്പൊ നമുക്ക് അത്ര സിൻസിയർ ആയിട്ട് അവിടെ സേവനം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഒരു ആരാധന മനോഭാവത്തിലാണ്. യശോദാമ്മയാണെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ തൻ്റെ മകൻ നാരായണനാണ് അല്ലെങ്കിൽ സ്വയം ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്തു കുറുമ്പ് കാട്ടിയാലും മിണ്ടില്ല, പേടിച്ച ഭയത്തോടെ മാറി നിന്ന് കാണുകയേ ചെയ്യുള്ളൂ. അപ്പൊ ഭഗവാനെ രസം ആസ്വദിക്കാൻ സാധിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഗോപികമാർക്കും സ്വാതന്ത്ര്യത്തോടെ ഭഗവാനുമായിട്ട് ഇടപഴകാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ പരിത്രാണായ സാധുവിനം, അത് മാത്രമല്ല, പിന്നെയോ തൻ്റെ ഭക്തരുമൊത്ത ലീലകളാടി തൻ്റെ ഭക്തരുമൊത്ത ആനന്ദം അനുഭവിക്കാനാണ്. ഭക്തർക്കും ഭഗവാന്റെ ആനന്ദം പകർന്നു കൊടുക്കുക, ഭക്തരുടെ ആനന്ദം ഭഗവാനും അനുഭവിക്കുക. ഈ ഒരു ഉദ്ദേശത്തോടെയാണ് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്നത്. പിന്നീട് അടുത്ത പേജിൽ പറയുന്നത് എന്താണ്? ഗോപികമാരെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഗോപികമാരുടെ ആ പ്രേമം, അത് യുഗള പ്രേമം, അതായത് രാധാകൃഷ്ണ പ്രേമത്തെ കുറിച്ച് നമുക്ക് മഹാപ്രഭു വരുന്നത് വരെയും നമുക്ക് അറിയില്ലായിരുന്നു.
രാധാറാണിയെ കുറിച്ച് ഇത്രമാത്രം അറിവില്ലായിരുന്നു. അറിയാമായിരുന്നു, ഉന്നത തലത്തിലുള്ള അന്നുണ്ടായിരുന്ന ചില ഭക്തർക്ക് അറിയാമെന്നുള്ളതല്ലാണ്ട് ഇത്ര വ്യാപകമായിട്ട് രാധാറാണിയെ ആരാധിക്കാൻ തുടങ്ങിയത് മഹാപ്രഭു അവതരിച്ചതിന് ശേഷമാണ്. ആ യുഗള പ്രേമം, രാധാകൃഷ്ണ പ്രേമം എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കിയത് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ്. കാരണം എന്താണ്? ആ രാധാഭാവത്തിലാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ ഭൗതിക ലോകത്തിൽ അവതരിച്ചത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാന് ഗോപികമാരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹത്തിന് പകരം നൽകാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന്. ഞാൻ നിങ്ങളോട് എന്നെന്നും കടപ്പെട്ടവനാണ്. നിങ്ങളോടുള്ള കടം വീട്ടാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന്. എന്തുകൊണ്ടാണ് ഭഗവാൻ തന്റെ ഭക്തരോട് അങ്ങനെ പറഞ്ഞത്? അവരുടെ ആ നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം, അവര് നിസ്വാർത്ഥമായിട്ടാണ്, അവർ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഭഗവാനെ സേവിച്ചത്, ഭഗവാനോട് സ്നേഹം പ്രകടിപ്പിച്ചത്. നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, എനിക്കിതിനെ പകരം തരാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമേ ഇല്ല, ഞാൻ എന്നൊന്നും നിങ്ങളോട് കടപ്പെട്ടവനാവും എന്ന്. അപ്പം ആ യുഗള പ്രേമം അല്ലെങ്കിൽ പ്രേമഭക്തി എന്താണ് എന്ന്, ആ ഗോപികമാരും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന ഉന്നതമായിട്ടുള്ള തലമാണ് ഇവിടെ പറയുന്നുണ്ട്. കാമുക ബന്ധം, അത് ഒരിക്കലും മറ്റ് ആചാര്യന്മാരൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടില്ല. അത് അവര് മനഃപൂർവ്വമല്ല, കാരണം നമുക്കതിനുള്ള യോഗ്യതയില്ല. കാരണം നമ്മൾ ഭക്തിയില് പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, നമ്മൾ ആരും തന്നെ ഭക്തിയിൽ മുന്നോട്ട് പോയിട്ടില്ല. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മള് ഭക്തിയുടെ ഉന്നത തലത്തിൽ എത്തിയെങ്കിൽ മാത്രമേ ഗോപികമാരും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന്. അവിടെ ശാരീര ബന്ധമല്ല ഉള്ളത്, അവിടെ അങ്ങനെ ഒരു ആധ്യാത്മികതയില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ആധ്യാത്മികതയില് ശരീരത്തിന് യാതൊരു തരത്തിലുള്ള പ്രാധാന്യവുമില്ല. ശരീരം വേണം എന്തിന്? നമുക്ക് ഭഗവാന് സേവനം ചെയ്യാൻ മാത്രം. അതിനുള്ള ഒരു ഉപകരണമാണ് ശരീരം, അല്ലാതെ മറ്റു തരത്തിലുള്ള ചിന്തകളേ ഇല്ല. ശരീരബോധം ഇല്ലാതെ വേണം നമ്മൾ ആധ്യാത്മികതയിലേക്ക് വരാൻ. ആ ശരീരത്തെ നമ്മൾ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുക, പരിപൂർണമായിട്ട് നമ്മളുടെ മനസ്സ് ഭഗവാന് വിട്ടുകൊടുക്കുക, മനസ്സും ബുദ്ധിയും ഭഗവാനിൽ അർപ്പിക്കുക. ആ ഒരു ചിന്ത മാത്രമേ പാടുള്ളൂ ആധ്യാത്മികതയിൽ. ഇവിടെ ഗോപികമാർ ആ ഒരു തലത്തിലായിരുന്നു. അവർക്ക് ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ആത്മീയ ബന്ധമാണ്. ഭഗവാൻ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാമാണ്. നമ്മുടെ ഭൗതികമായിട്ടുള്ള ബുദ്ധി കൊണ്ടത് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മളുടെ ചിന്ത മറ്റു പല വഴിക്ക് പോകും. അതുകൊണ്ടാണ് സപ്താഹവേദിയിൽ പോകരുതെന്ന് പറയുന്നത്. അവര് പല രീതിയിലും വളച്ചൊടിച്ചിട്ടാണ് ഭഗവാന്റെ രാസലീലയൊക്കെ വർണ്ണിക്കുന്നത്. അതിൽ അല്പം പോലും കാമവാസനയില്ല ഗോപികമാർക്ക്. അവർക്ക് ഭഗവാനോടുള്ള ഒരു തരം ആരാധനയാണ്, ഭക്തിയാണ്, ഭക്തിയുടെ ഉന്നത തലത്തിലുള്ള ആരാധനയാണ്, മാനസികമായിട്ടുള്ള ആ അടുപ്പമാണ് അവർക്ക് ഭഗവാനോട്. അപ്പൊ അത് നമ്മളെ മനസ്സിലാക്കിച്ചതാരാണ്? ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ്. രാധാറാണിയുടെ ഭാവത്തിൽ വന്ന രാധാറാണിയും ഗോപികമാർക്കും ഭഗവാനെ സേവിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം, അത് ഭഗവാനാണ് ഏറ്റവും വലിയ രസാസ്വാദകൻ എന്ന് പറയുന്നത്. ആ ഭഗവാനെക്കാട്ടിലും കൂടുതൽ ആനന്ദം ആരനുഭവിക്കുന്നുണ്ട്? രാധാറാണി ഉൾപ്പെടെയുള്ള ഗോപികമാർ അനുഭവിക്കുന്നുണ്ട് എന്ന് ഭഗവാന് മനസ്സിലായി. ഇപ്പൊ നമ്മള് ഒരു കുപ്പിയിൽ തേൻ വെച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മധുര പലഹാരങ്ങൾ, അത് നമ്മൾ കണ്ടാൽ നമുക്കതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. നമ്മളത് ഭക്ഷിച്ചു നോക്കണം, ഇല്ലേ? തേൻ്റെ സ്വാദ് അറിയണമെങ്കിൽ നമ്മൾ കുപ്പി തുറന്ന്, അടപ്പ് തുറന്ന് കുപ്പിയിൽ നിന്ന് അല്പം തേനെടുത്ത് നാവിലിട്ട് അത് രുചിച്ചറിയണം, എങ്കിലേ ആ തേൻ്റെ മധുരം, അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ മനസ്സിൽ കരുതി, ഞാനിതിങ്ങനെ ചിന്തിച്ചുകൊണ്ടായില്ല, എനിക്കത് എന്താണെന്ന് അറിയണമെങ്കിൽ ഞാനത് സ്വയം അവരുടെ തലത്തിലെത്തണം. ആ ഒരു രൂപം സ്വീകരിച്ചെങ്കിൽ മാത്രമേ എനിക്ക് രാധാറാണി ഉൾപ്പെടെയുള്ള ഗോപികമാരുടെ അവരനുഭവിക്കുന്ന ആനന്ദത്തിന്റെ മഹത്വം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അത് മനസ്സിലാക്കിയിട്ടാണ് സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് രാധാഭാവത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം, കൃഷ്ണന്റെ നിറം ശ്യാമവർണ്ണമാണ്, ഇല്ലേ? കറുപ്പ് കലർന്ന നീല നിറമാണ് ആരുടേത്? ശ്രീകൃഷ്ണ ഭഗവാന്റേത്. പക്ഷെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ നിറം എന്താണ്? സ്വർണ്ണ നിറത്തിലാണ്, ഉരുക്കിയ സ്വർണത്തിന്റെ നിറത്തിലാണ് മഹാപ്രഭു വന്നത്. എന്തുകൊണ്ടാണ്? രാധാറാണിയുടെ നിറം അതാണ്. അപ്പം ആ രാധാറാണിയുടെ ഭാവം സ്വീകരിച്ചത് കൊണ്ട് രാധാറാണിയുടെ നിറം, അതുകൊണ്ടാണ് മഹാപ്രഭുവിനെ ഗൗരാംഗൻ എന്ന് വിളിക്കുന്നത്, ഗൗരഹരി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സുവർണ നിറത്തിലാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. ഇപ്പം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി തന്റെ ഗ്രന്ഥത്തിന്റെ 4-ാം ശ്ലോകത്തിൽ ശ്രീല രൂപ ഗോസ്വാമിയെ ഉദ്ധരിച്ചിട്ട് എഴുതുന്നു.
അതാണ് നമ്മൾ ധ്യാന ശ്ലോകമായിട്ട് ചൊല്ലുന്നത്. 4-ാമത്തെ ശ്ലോകം ഞാൻ ആ ശ്ലോകം ഇട്ടിട്ടില്ല എന്നാണ്, ഞാൻ വിട്ടുപോയതാണ്. അത് ഇട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ ബുക്കുള്ളവർ അത് നോക്കുക. അനർപ്പിത ചരിം ചിരാത് കരുണയാ അവതീർണ കലോ സമർപ്പയിതും ഉന്നതോജ്വലരസാം സ്വഭക്തി ശ്രിയം ഹരിപുരട സുന്ദര ദ്യുതി കദംബ സന്ദീപിത സദാ ഹൃദയകന്ദരേ സ്ഫുരതു വാ ശചീ നന്ദന. ശചീനന്ദനൻ, ശചി മാതാവിന്റെ പുത്രനാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അപ്പൊ ശചീദേവിയുടെ പുത്രൻ എന്നറിയപ്പെടുന്ന പരമപുരുഷ ഭഗവാൻ നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ, ഹൃദയത്തിന്റെ അന്തഃപുരത്തിൽ എന്ന് നമ്മൾ പറയില്ല, അത് തിരുത്തി ബുക്കുള്ളവരത് ഉള്ളറകളിൽ നാക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ എന്നെന്നും വസിക്കുമാറാകട്ടെ എന്നാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഇവിടെ ധ്യാന ശ്ലോകമായിട്ട് പറയുന്നത്. അത് ഭഗവാന്റെ നിറം എന്താണ്? തിളയ്ക്കുന്ന പൊന്നിന്റെ തിളക്കത്തോടുകൂടി വിളങ്ങുന്ന അവിടുന്ന് തന്നെ കാരണമില്ലാ കരുണയാൽ അതും തിരുത്തണം. അഹൈതുകമായിട്ടുള്ള കൃപയാൽ അല്ലെങ്കിൽ അഹൈതുകമായിട്ടുള്ള കാരുണ്യം കൊണ്ട് എന്നാക്കണം അത് ആ വാക്ക്. നമ്മളോടുള്ള കലിയുഗത്തിലെ പതിതാത്മാക്കളായിട്ടുള്ള നമ്മളോടുള്ള അങ്ങേയറ്റത്തെ കൃപ കൊണ്ടാണ് മഹാപ്രഭു സ്വയം ഈ ഭൗതിക ലോകത്തിൽ അവതരിച്ചത്. കാരണം നമുക്ക് നമുക്ക് ഭഗവത് സാക്ഷാത്കാരം നേടാൻ ഒരു ഉപാധിയുമില്ല. നമുക്ക് തപസ് ചെയ്യാനോ യാഗം ചെയ്യാനോ യജ്ഞം ചെയ്യാനോ ഉള്ള സാഹചര്യങ്ങളില്ല. അതിനുള്ള യാതൊന്നും തന്നെ നമുക്ക് കിട്ടില്ല. അറിവുള്ളവരെ കിട്ടില്ല, ഒന്നുമില്ല. ഇത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ അവതരിച്ച നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം നമുക്ക് വിളമ്പിത്തന്നത്. നമ്മളുടെ മുൻപിൽ എല്ലാവർക്കും വിളമ്പി കൊടുത്തു. അത് ജാതി മതഭേദങ്ങളില്ല, പക്ഷിമൃഗാദികളും എല്ലാവർക്കും തന്നെ, ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരായാലും ഭക്തരായിക്കോട്ടെ അഭക്തരായിക്കോട്ടെ നീചജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ അങ്ങേയറ്റം പതിതാത്മാക്കളായിക്കോട്ടെ, ജഗായി മഥായിമാരുടെ നമ്മൾ കഥ മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. ജഗായി മഥായിമാരെക്കാട്ടിൽ അധപ്പതിച്ചവരാരും തന്നെയില്ല. അത്രയ്ക്ക് പതിതാത്മാക്കളാണ് ജഗായി മഥായിമാര്. അവരെ പോലും മഹാപ്രഭു കാരുണ്യം കൊടുത്ത് അവരെയും ഉന്നത ഭക്തരുടെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. അത്രയ്ക്ക് ദയാമയനാണ്, കാരുണ്യവാനാണ് ആര്? ശ്രീ ചൈതന്യ മഹാപ്രഭു. ഇതിനു മുൻപ് ഒരവതാരവും തന്നിട്ടില്ല ഇങ്ങനെയൊരു അവസരം നമുക്ക്. അത്രയ്ക്ക് കാരുണ്യം കാണിച്ചു കലിയുഗത്തിലെ പതിതാത്മാക്കളായ നമ്മളോട്. ഭക്തിയുടെ ഉന്നതോജ്വല രസമായ മാധുര്യ പ്രേമം, ആ പ്രേമഭക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചൈതന്യ ചരിതാമൃതത്തിലൂടെയാണ്. അത് മഹാപ്രഭുവാണ് നമുക്കത് മനസ്സിലാക്കി തന്നത്. മനസ്സിലാക്കുക മാത്രമല്ല, മഹാപ്രഭു സ്വയം നമ്മളെ പ്രാവർത്തികമായിട്ട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് കാണിച്ചു തരികയും ചെയ്തു എങ്ങനെ പ്രേമഭക്തി നമുക്ക് കൈവരിക്കാമെന്ന്. പരിശുദ്ധ കൃഷ്ണ പ്രേമം എല്ലാവർക്കും നൽകുവാനാണ് അവിടുന്ന് വന്നത്. നിങ്ങൾ എല്ലായ്പ്പോഴും സ്വഹൃദയങ്ങളിൽ അവിടുത്തെ സൂക്ഷിക്കുമാറാകട്ടെ. നമ്മളുടെ ഉള്ളില് എപ്പോഴും മഹാപ്രഭുവിന്റെ സ്മരണ നമ്മൾ നിലനിർത്തണം. അങ്ങനെ മഹാപ്രഭുവിലൂടെ നമുക്ക് കൃഷ്ണനെ മനസ്സിലാക്കാന് നമുക്ക് സാധിക്കും. ഹരേ കൃഷ്ണ. ഇനി അടുത്ത പാരഗ്രാഫ്. ഹരേ കൃഷ്ണ മാതാജി, ഞാൻ വായിക്കട്ടെ മാതാജി? വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് വാസുദേവായ. ഭഗവത് പ്രേമം എന്ന പദസമുച്ചയം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഈ ഭഗവത് പ്രേമം എത്രത്തോളം വളർത്താൻ കഴിയുമെന്നുള്ളത് വൈഷ്ണവ തത്വശാസ്ത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ഭഗവത് പ്രേമത്തിന്റെ സൈദ്ധാന്തിക ജ്ഞാനം പല സ്ഥലങ്ങളിലും പല വൈദിക ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും. എന്നാൽ ഭഗവാനോടുള്ള ആ സ്നേഹം വാസ്തവത്തിൽ എന്താണെന്നും എങ്ങനെ അഭിവൃദ്ധിപ്പെടുത്താമെന്നും വൈഷ്ണവ സാഹിത്യങ്ങളിൽ കാണാൻ കഴിയും. ഭഗവത് പ്രേമത്തിന്റെ ഏറ്റവും അതുല്യവും ഉന്നതവുമായ വികാസമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനാൽ നൽകപ്പെടുന്നത്. അടുത്ത വായിക്കണം മാതാജി? ഇല്ല, ഇത് കഴിഞ്ഞിട്ട് വായിക്കാം. ഹരേ ഹരേ കൃഷ്ണ. യുഗള പ്രേമം, രാധാകൃഷ്ണ പ്രേമം എന്താണ് എന്ന് മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചു. അതെങ്ങനെ കൈവരിക്കാൻ സാധിക്കും? പരിശുദ്ധ ഭക്തിയുടെ സേവനത്തിലൂടെ നമുക്ക് ആ പ്രേമഭക്തിയുടെ തലത്തിൽ എല്ലാവർക്കും തന്നെ എത്തിച്ചേരാന് സാധിക്കും. അതായത് ഗോപികമാരുടെ ഭാവം, അതായത് മഞ്ജരി ഭാവം എന്ന് പറയുന്നത് അവർക്കൊന്നും വേണ്ട. മഞ്ജരിമാർക്ക് അവര് ഭഗവാനോടൊത്ത് ലീലകൾ നടത്താൻ പോലും അവരാഗ്രഹിക്കുന്നില്ല. ഗോപികമാരും ഭഗവാനും തമ്മിലുള്ള ലീലകൾ കണ്ട് അവര് അനുഭവിക്കുന്ന ആനന്ദം മഞ്ജരിമാര് സ്വയം അനുഭവിക്കുകയാണ്. അത്രയ്ക്ക് പരിശുദ്ധിയുടെ തലത്തിലുള്ളതാണ് മഞ്ജരീഭാവം എന്ന് പറയുന്നത്. ആ മഞ്ജരീഭാവം എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കിച്ചത് മഹാപ്രഭുവാണ്.
അപ്പം നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം ഞാൻ മുമ്പേ പറഞ്ഞു. ഭഗവാൻ, നമുക്കൊരു കഥ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഭഗവാന് തലവേദന വന്നു. തലവേദനയല്ല, ഭഗവാൻ അഭിനയിക്കുകയായിരുന്നു. ഭഗവാൻ എവിടുന്ന തലവേദന വരിക? അപ്പൊ കൊട്ടാരത്തിലുള്ള വൈദ്യരെയൊക്കെ കാണിച്ചു, പക്ഷെ ഒന്നുകൊണ്ട് ഭഗവാന്റെ തലവേദന മാറിയില്ല. ആ സമയത്ത് നാരദർ അവിടെ വന്നു. അപ്പൊ ഭഗവാൻ നാരദരോട് പറഞ്ഞു, നാരദരെ, എനിക്ക് ഭയങ്കര തലവേദനയാണ്. അപ്പം അവിടെ കൊട്ടാരത്തിലെ വൈദ്യര് പറഞ്ഞു, ആരെങ്കിലും തന്റെ ഭക്തരുടെ കാലിലെ മണ്ണ് പുരട്ടിയാല് ഈ തലവേദന മാറും എന്ന്. അപ്പൊ നാരദരോട് പറഞ്ഞു, അങ്ങ് പലയിടത്തും സഞ്ചരിച്ച് വരികയാണ്, അങ്ങയുടെ കാലിലെ മണ്ണ് പറ്റി പിടിച്ചിട്ടുണ്ടാവും, ആ പൊടി എന്റെ നെറ്റിയിൽ പുരട്ടു, എന്റെ തലവേദന മാറും. ഇത് കേട്ടിട്ട് നാരദർ എന്താ പറഞ്ഞത്? എന്താ കൃഷ്ണ ഈ പറയുന്നത്? ഭഗവാനെ, ഞാൻ ഒരിക്കലും ചെയ്യില്ല, അത് പാപമാണ്. എന്റെ കാലിൽ പറ്റി പിടിച്ചിരിക്കുന്ന പൊടി അങ്ങയുടെ നെറ്റിയിൽ പുരട്ടിയാൽ എനിക്ക് നരകത്തിൽ പോകേണ്ടി വരും, ഞാനത് ചെയ്യില്ല എന്ന്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, പാണ്ഡവരോട് പറയൂ, അവര് തീർച്ചയായിട്ടും എന്നെ സഹായിക്കും, എന്റെ തലവേദന മാറും. അപ്പൊ നാരദര് വേഗം പാണ്ഡവരുടെ അടുത്ത് പോയിട്ട് അവരോടെല്ലാം പറഞ്ഞു, ഭഗവാന് ഭയങ്കര തലവേദനയാണ്, എത്ര മരുന്ന് കൊടുത്തിട്ടും തലവേദന കുറയുന്നില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ കാലിൽ പറ്റി പിടിച്ചിരിക്കുന്ന പൊടിയുണ്ടല്ലോ, മണ്ണ്, അത് എനിക്ക് തരൂ, ഞാനത് കൊണ്ടുപോയി ഭഗവാന്റെ നെറ്റിയിൽ പുരട്ടട്ടെ, അതുകൊണ്ട് ഭഗവാന്റെ തലവേദന കുറയുമെന്നാണ് പറയുന്നത്. ഇത് കേട്ടിട്ട് പാണ്ഡവരെല്ലാവരും പറഞ്ഞു, അയ്യോ, അത് കഷ്ടമാണ്, അത് പറ്റില്ല, അത് മഹാപാപമാണ്. ഞങ്ങളുടെ കാലിലെ മണ്ണ് ഭഗവാന്റെ നെറ്റിയിൽ പുരട്ടുക എന്താ നാരദരെ പറയുന്നത് എന്ന്. അവര് ഒഴിഞ്ഞു മാറി. അങ്ങനെ എല്ലാവരും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നാരദരെ, ഒരു കാര്യം ചെയ്യും, അങ്ങ് വൃന്ദാവനത്തിൽ പോയിട്ട് രാധാറാണി ഉൾപ്പെടെയുള്ള ഗോപികമാരോട് പറയും, അവരുടെ കാലിലെ മണ്ണ് എന്റെ നെറ്റിയിൽ പുരട്ടാൻ തരാനെന്ന്. അപ്പൊ നാരദർ ഓടി വന്നു വൃന്ദാവനത്തിലേക്ക്. അപ്പൊ അവിടെ ഗോപികമാരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കൃഷ്ണന് ദ്വാരികയിൽ ഭയങ്കര തലവേദന എടുത്ത് കിടക്കുകയാണ്, എന്തെല്ലാം ചെയ്തിട്ടും മാറുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഭക്തരുടെ കാലിലെ മണ്ണ് പുരട്ടിയാല് ആ തലവേദന കുറയുമെന്നാണ് വൈദ്യൻ പറഞ്ഞിരിക്കുന്നത് എന്ന്. ഇത് കേട്ടപാടെ എന്താ ചെയ്തത്? രാധാറാണി ഉൾപ്പെടെയുള്ള ഗോപികമാരെ യമുനാ നദിയിലേക്ക് ഇറങ്ങി തങ്ങളുടെ കാല് കഴുകി കരയ്ക്ക് കയറി. അപ്പൊ കാലിൽ വെള്ളം പറ്റിയാല് മണ്ണ് പറ്റി പിടിക്കുമല്ലോ അടിയില്. എന്നിട്ട് നാരദരോട് പറഞ്ഞു, അവരാ കാലിലെ മണ്ണെല്ലാം എടുത്തിട്ട് ഒരു സഞ്ചിയിലാക്കി കൊടുത്തിട്ട് പറഞ്ഞു, വേഗം ഇത് കൊണ്ടുപോയി കൊടുക്കൂ കൃഷ്ണന്, കൃഷ്ണന്റെ തലവേദന മാറട്ടെ. അപ്പൊ നാരദര് പറഞ്ഞു, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നിങ്ങളുടെ കാലിലെ മണ്ണ് ഭഗവാന്റെ നെറ്റിയിൽ പുരട്ടുകയോ? നിങ്ങൾക്ക് നരകത്തിൽ പോകേണ്ടി വരും, നിങ്ങൾ മഹാപാപമാണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അവര് പറഞ്ഞു, കൃഷ്ണന് വേണ്ടി ഞങ്ങൾ നരകത്തിൽ പോകാനും തയ്യാറാണ്, ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല. നാരദര് അധികം വൈകാതെ ഇത് വേഗം കൊണ്ടുപോയി കൊടുത്ത് ഭഗവാന്റെ നെറ്റിയിൽ ഇട്ടു കൊടുക്കൂ, തലവേദന മാറട്ടെ എന്ന്. ഇതാണ് ഗോപികമാരെന്ന് പറയുന്നത്. അവർക്ക് നിസ്വാർത്ഥമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയാണ് അവരുടേത്. നമ്മളൊക്കെ ഇത് പറയുമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ എന്തുണ്ട്? സ്വാർത്ഥതയുണ്ട്, അല്ലേ? നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നത് എന്താണ്? നമുക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടണം, എന്തെങ്കിലും ഭഗവാനെ കൊണ്ട് കാര്യം സാധിക്കണം എന്നുള്ള ഭാവത്തിലാണ് നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നത്. പക്ഷെ ഗോപികമാരങ്ങനെയല്ല. അവരെ ഭഗവാനിൽ നിന്നൊന്നുമേ പ്രതീക്ഷിച്ചിരുന്നില്ല. അവരുടെ എല്ലാമായിരുന്നു. അവര് ഭഗവാന് വേണ്ടിയാണ് വൃന്ദാവനത്തിൽ അവർ ജീവിച്ചിരുന്നത്. ഭഗവാനെ സന്തോഷിപ്പിക്കുക, ആ ഒരു ഉദ്ദേശം മാത്രമേ ഗോപികമാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഗോപികമാരെ ഭഗവാൻ ഗ്ലോറിഫൈ ചെയ്യുന്നത്. നിങ്ങളോടുള്ള കടപ്പാട് എനിക്ക് ഒരിക്കലും വീട്ടാൻ സാധിക്കില്ല, അത്രയ്ക്ക് കടപ്പെട്ടവനാണ് ഞാൻ നിങ്ങൾക്ക് എന്ന് ഭഗവാൻ പറയാനുള്ള കാരണം അതാണ് പ്രേമഭക്തിയുടെ തലമെന്ന് പറയുന്നത്. അവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ സന്തോഷം, അത് മാത്രമാണ് ഭക്തരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ ഭൗതിക ലോകത്തിലാണെങ്കിലോ ഭൗതിക ലോകത്തിൽ തന്നെ പരസ്പരം നമ്മൾക്ക് സന്തോഷിക്കണം, നമ്മൾക്ക് സുഖിക്കണം. മറ്റുള്ളവരെത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, മറ്റുള്ളവരെ എത്ര ദ്രോഹിച്ചാലും വേണ്ടില്ല, എനിക്ക് സുഖിക്കണം, എനിക്ക് ആനന്ദം അനുഭവിക്കണം, ഈ ഒരു മനോഭാവമാണ് നമുക്കെല്ലാവർക്കും. പക്ഷെ ഗോപികമാർക്ക് അങ്ങനെയല്ല. അവരെന്തും സഹിക്കാൻ തയ്യാറാണ് ഭഗവാന് വേണ്ടിയിട്ട്. അപ്പൊ ആ തലത്തിൽ നമ്മൾ എത്തിച്ചേരണം. ഇത് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല. നമ്മളുടെ സാധന അത്രയ്ക്ക് ശക്തമാക്കിയെങ്കിൽ മാത്രമേ അതിന്റെ ഒരറ്റത്തെങ്കിലും എത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഭഗവത് പ്രേമം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? വൈഷ്ണവ തത്വശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
വേദങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഭഗവാനെ കുറിച്ച്, എല്ലാ ഗ്രന്ഥങ്ങളിലും എല്ലാ മതങ്ങളിലും ഭഗവത് പ്രേമത്തെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെ ഭഗവാനെ സ്നേഹിക്കണമെന്ന് ഒരു മതവും പഠിപ്പിക്കുന്നില്ല, ഒരാചാര്യന്മാരും പഠിപ്പിച്ചിട്ടില്ല. അത് തന്നതാരാണ്? ഒരു മഹാനായിട്ടുള്ള ആചാര്യന്റെ സ്ഥാനത്ത് നിന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ് ഭഗവാനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് നമ്മളെ മനസ്സിലാക്കുകയും അത് കാണിച്ചു തരികയും ചെയ്തത്. ഭഗവാനോടുള്ള സ്നേഹം വാസ്തവത്തിൽ എന്താണെന്നും എങ്ങനെ അഭിവൃദ്ധിപ്പെടുത്താമെന്നും വൈഷ്ണവ സാഹിത്യങ്ങളിൽ കാണാൻ കഴിയും. ഭഗവത് പ്രേമത്തിന്റെ ഏറ്റവും അതുല്യവും ഉന്നതവുമായ വികാസമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനാൽ നൽകപ്പെടുന്നത്. അപ്പം നമുക്ക് മഹാപ്രഭുവിനോട് നമുക്കുള്ള കടപ്പാട് ഒരിക്കലും തീരില്ല. കാരണം മഹാപ്രഭു കാരണമാണ് ശ്രീകൃഷ്ണ ഭഗവാനെ ഇത്രയും അടുത്തറിയാന് നമുക്ക് സാധിച്ചതും ആ ഭഗവത് പ്രേമത്തെ കുറിച്ച് അറിയാനും നമുക്ക് സാധിച്ചത് മഹാപ്രഭുവിൽ കൂടി മാത്രമാണ്. ഹരേ കൃഷ്ണ. ഇനി അടുത്ത പാരഗ്രാഫ് വായിക്കൂ. ഹരേ കൃഷ്ണ. അടുത്ത ആരാ വായിക്കുന്നത്? മാതാജി ഞാൻ വായിക്കണോ? ഞാൻ തന്നെ വായിക്കൂ വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ വായിക്കൂ. കൃഷ്ണ. വായിച്ചവര് ഹരേ കൃഷ്ണ. വായിക്കാത്തവര് വായിക്കൂ. എല്ലാവരും വായിക്കൂ. അതിനാ ഞാനത് ഷെയർ ചെയ്യുന്നത്. ഞാൻ വായിക്കണോ മാതാജി? വായിക്കൂ വായിക്കൂ. ഈ ഭൗതിക ലോകത്തിലും നമുക്ക് ഒരൽപ്പം സ്നേഹം അനുഭവിച്ചറിയാൻ കഴിയും. എങ്ങനെയാണ് അതിന് സാധിക്കുക? ഭഗവാനോടുള്ള നമ്മുടെ ആദിമമായ സ്നേഹത്തിന്റെ സാന്നിധ്യം മൂലമാണത്. ഈ ബദ്ധജീവിതത്തിൽ നാം നമ്മുടെ അനുഭവത്തിൽ എന്തെല്ലാം ദർശിക്കുന്നുവോ അതെല്ലാം സകലതിന്റെയും ആത്യന്തിക സ്രോതസ്സായ ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. പരമപുരുഷനുമായുള്ള നമ്മുടെ ആദിമ ബന്ധത്തിൽ യഥാർത്ഥ സ്നേഹമുണ്ട്. ആ സ്നേഹം തന്നെയാണ് ഭൗതികാവസ്ഥകളിലൂടെ തലതിരിഞ്ഞ് പ്രതിബിംബിക്കുന്നത്. നമ്മുടെ യഥാർത്ഥ സ്നേഹം അനസ്യൂതവും അനന്തവുമാണ്. പക്ഷെ ആ സ്നേഹം ഈ ഭൗതിക ലോകത്തിൽ തലതിരിഞ്ഞ് പ്രതിബിംബിക്കുന്നതിനാൽ അതിന്റെ നിരന്തരത്വം നഷ്ടപ്പെടുകയും അത് മാദക സ്വഭാവമുള്ളതാവുകയും ചെയ്യുന്നു. നമുക്ക് യഥാർത്ഥ അതീന്ദ്രിയ സ്നേഹം പരമസ്നേഹാർഹനായ കൃഷ്ണനിലേക്ക് തിരിച്ചുവിടണം. കൃഷ്ണാവബോധത്തിന്റെ അടിസ്ഥാന തത്വം ഇതാണ്. ഹരികൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നമുക്കൊരിക്കലും ശ്രീകൃഷ്ണ ഭഗവാനെ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കില്ല, ഇല്ലേ? നമുക്ക് ഭഗവാനെ ഡയറക്റ്റ് ആയിട്ട് കിട്ടുമോ? ഇല്ല. എങ്ങനെയാണ്? ഒരു ഗുരുവിനെ സ്വീകരിച്ച ഗുരുവിൽ കൂടി മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനും നമുക്ക് ഭഗവാനുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടാനും സാധിക്കുകയുള്ളൂ. തിരുനാമം ജപിക്കുകയും ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ഭക്തിയുടെ സേവനം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനുമായിട്ട് സമ്പർക്കത്തിൽ വരാൻ സാധിക്കുള്ളൂ. അതുപോലെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനും എന്ത് വേണം? നമുക്ക് ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുക പഠിക്കുക ഒക്കെ ചെയ്യുന്നെങ്കിൽ മാത്രമേ ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. പക്ഷെ അതൊരിക്കലും നമുക്ക് കഴിയില്ല. നമുക്ക് സ്വയം ഭഗവാനെ മനസ്സിലാക്കാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. കാരണം നമ്മളൊക്കെ പാപികളാണ്, പതിതാത്മാക്കളാണ്. നമുക്ക് ആ ഒരു തലത്തിലെത്താൻ നമുക്ക് മറ്റൊരാളുടെ സഹായം വേണം. അതായത് നമ്മളുടെ ഗുരുവിന്റെ ആധ്യാത്മിക ഗുരുവിൽ കൂടി മാത്രമേ, ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങളിൽ കൂടി മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അതിന് നമുക്ക് എന്ത് വേണം? ആചാര്യന്മാരെയൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മഹാപ്രഭുവിന്റെ മേഴ്സി വേണം. മഹാപ്രഭുവിന്റെ കൃപ കൂടാതെ നമുക്ക് കൃഷ്ണ എന്നൊന്ന് ഉച്ചരിക്കാൻ നമ്മളുടെ നാവിൽ സാധിക്കില്ല. നമ്മൾ സ്വയം വിചാരിച്ചാലും നമ്മളുടെ നാവില് അത് വഴങ്ങില്ല കൃഷ്ണ കൃഷ്ണ എന്ന് പറയാൻ. അതിന് മഹാപ്രഭുവിന്റെ മേഴ്സി വേണം. ഈ മഹാപ്രഭുവിന്റെ മേഴ്സി നമുക്ക് എങ്ങനെ കിട്ടും? അത് വേറെ ആരിൽ നിന്നുമല്ല, നിത്യാനന്ദ പ്രഭുവിൽ നിന്ന്, സാക്ഷാൽ ബലരാമനിൽ നിന്ന് വേണം. ബലരാമൻ ഗുരുതത്വമാണ്, നിത്യാനന്ദ പ്രഭു ഗുരുതത്വമാണ്. നിത്യാനന്ദ പ്രഭുവിൽ കൂടി മാത്രമേ നമുക്ക് മഹാപ്രഭുവിന്റെ മേഴ്സി കിട്ടുള്ളൂ. നമ്മൾ കണ്ടു ആചാര്യന്മാരുടെ അവരുടെ ജീവചരിത്രങ്ങൾ പറഞ്ഞപ്പോൾ രഘുനാഥ് ദാസ് ഗോസ്വാമി എത്രയോ തവണ വീട്ടിൽ നിന്ന് ഒളിച്ചോടി, ഇല്ലേ? അപ്പോഴൊക്കെ മഹാപ്രഭു തിരിച്ചുവിട്ടു. കാരണം എന്താണ്? നിത്യാനന്ദ പ്രഭുവിനെ എപ്പോഴാണോ കണ്ടുമുട്ടാൻ സാധിച്ചത്, നിത്യാനന്ദ പ്രഭു അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് മഹാപ്രഭു രഘുനാഥ് ദാസ് ഗോസ്വാമിയെ സ്വീകരിച്ചത്. അതാണ് ഒരു ഗുരുവിന്റെ മഹത്വം എന്ന് പറയുന്നത്. നിത്യാനന്ദ പ്രഭുവിൽ കൂടി മാത്രമേ നമുക്ക് മഹാപ്രഭുവിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഈ നിത്യാനന്ദ പ്രഭുവിന്റെ മേഴ്സി എവിടെ നിന്ന് കിട്ടും? അത് നമ്മളുടെ ഷഡ് ഗോസ്വാമിമാരിൽ നിന്ന്, ഏറ്റവും കൃപാലുക്കളായിട്ടുള്ള ആ 6 ഗോസ്വാമിമാരുടെ കൃപ കൊണ്ട് മാത്രമേ നമുക്ക് നിത്യാനന്ദ പ്രഭുവിന്റെ മേഴ്സി നമുക്ക് കിട്ടുള്ളൂ.
ഇനിയും ഷഡ് ഗോസ്വാമിമാരുടെ കൃപ കിട്ടണമെങ്കിലോ അതിന് നമ്മളുടെ ഗുരു വേണം, ആധ്യാത്മിക ഗുരു വേണം. ആധ്യാത്മിക ഗുരുവിന്റെ കൃപ കൊണ്ട് മാത്രമേ ഷഡ് ഗോസ്വാമിമാരെ മനസ്സിലാക്കാനും അവരുടെ ഭക്തിയെ കുറിച്ചിട്ട് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം ആ പരമ്പരയുടെ പ്രാധാന്യമാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ പരമ്പര എന്ന് പറയുന്നത് ആ പരമ്പരയിലെ ഓരോ ആചാര്യന്മാരുടെയും മഹത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അത് എങ്കിൽ മാത്രമേ അവരിൽ കൂടി മാത്രമേ നമുക്ക് ഭഗവാനെ സമീപിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ എന്നാണ് ഇവിടെ നമ്മൾ ഈ പാരഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കി എടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ എത്രയൊക്കെ പരിശ്രമിച്ചാലും നമുക്ക് ഭഗവാനെ കിട്ടില്ല. അത് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ചൈതന്യ ചരിതാമൃതം പോലുള്ള വൈഷ്ണവ ശാസ്ത്രങ്ങൾ പഠിക്കണം. അതിൽ കൂടി നമ്മൾ ഭഗവാനെ കുറിച്ച് വിപുലമായിട്ട് അല്ലെങ്കിൽ വിശാലമായിട്ട് ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഇപ്പം നമ്മൾ ലിഫ്റ്റിൽ കയറുന്ന മുകളിലേക്ക് കയറാൻ ഒറ്റയടിക്ക് ലിഫ്റ്റിൽ കയറി മുകളിലെത്താം. അതുപോലെ നമുക്ക് ഭക്തിയിൽ ഒറ്റയടിക്ക് ഭഗവാന്റെ അടുക്കൽ എത്താൻ സാധിക്കില്ല. ആ ഭക്തിയുടെ പടികൾ ഓരോ പടിയും ചവിട്ടി കയറിയെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലെത്താനേ സാധിക്കുള്ളൂ. അല്ലാതെ നമ്മൾ ഭാഗവതം വായിച്ചു, അല്ലെങ്കിൽ ചൈതന്യ ചരിതാമൃതം വായിച്ചു, ഞാൻ ഗീത വായിച്ചു, 16 മാല ജപിക്കുന്നുണ്ട്, അതുകൊണ്ടൊന്നും നടക്കില്ല. നമ്മൾ ഗുരുവിനെ സ്വീകരിച്ച് ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയി ഭഗവാന്റെ ഭക്തിയുടെ സേവനം ചെയ്ത് എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവത് പ്രാപ്തി കൈവരിക്കാന് സാധിക്കുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മളുടെയൊക്കെ ഉള്ളില് ഓൾറെഡി ഡോർമെന്റഡ് ആണ് ഭഗവത് പ്രേമ, ഭഗവാനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുണ്ട്. പക്ഷെ ആ സ്നേഹത്തെ തട്ടിയെടുക്കണമെങ്കിൽ നമുക്ക് ഗുരുവിന്റെ സഹായം ആവശ്യമാണ്. ആ ഗുരുവിനെ ആ സാന്നിധ്യം കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാനോടുള്ള സ്നേഹം പുറത്തെടുക്കാനും അത് പരിപോഷിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. നമ്മളുടെ ഉള്ളിൽ ഭഗവാനോടുള്ള സ്നേഹം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഭൗതിക ലോകത്തിലുള്ള നമ്മളുടെ ഭർത്താവിനെയും ഭാര്യയെയും മക്കളെയും ബന്ധുക്കളെയും കൂട്ടുകാരെയും ഒക്കെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഭഗവത് സ്നേഹത്തിന്റെ മഹത്വം കൊണ്ടാണ്. പക്ഷെ ഭഗവാന്റെ സ്നേഹം എന്ന് ഭഗവാനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അതില് മായമില്ല, കലർപ്പില്ല. പക്ഷേ ഭൗതിക സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ആധ്യാത്മിക ലോകത്തിലെ സ്നേഹത്തിന്റെ തലതിരിഞ്ഞ ഒരു പ്രതിബിംബം അല്ലെങ്കിൽ റിഫ്ലക്ഷനാണ് ഈ ഭൗതിക ലോകത്തിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ 15-ാം അധ്യായത്തിൽ കണ്ടു, ഊർധ്വമൂലം അധശാഖം, ഇല്ലേ? തലതിരിഞ്ഞ ആൽമരം ഈ ഭൗതിക ലോകത്തിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് എന്താണ്? ആധ്യാത്മിക ലോകത്തിന്റെ തലതിരിഞ്ഞ ഒരു പ്രതിബിംബമാണ്. ആധ്യാത്മിക ലോകത്തിലെല്ലാം നേരായ വഴിക്ക് നടക്കും, ഇവിടെ എല്ലാം തലതിരിഞ്ഞാണ്. നമ്മളും തലതിരിഞ്ഞവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ ചുറ്റിപ്പറ്റി എത്രയോ ജന്മങ്ങളായി ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കിടക്കുകയാണ്. നമുക്ക് ഇവിടം വിട്ടു പോകണമെന്നുള്ള യാതൊരു ചിന്തയും നമ്മളുടെ ഉള്ളിലില്ല. ഇതെന്തുകൊണ്ടാണ്? ഇത് തലതിരിഞ്ഞൊരു ലോകത്തിൽ നമ്മൾ വന്നതുകൊണ്ടാണ്. നമ്മളുടെയും തല തിരിഞ്ഞു പോയി, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു ഗുരുവിനെ സ്വീകരിക്കണം എന്ന് പറയുന്നത്. ആ ഗുരുവിൽ കൂടി നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനും, നമ്മളുടെ സ്വന്തം ഗ്രഹം ഇതല്ല, നമ്മളുടെ ധാമം അല്ലെങ്കിൽ നമ്മളുടെ വീടെന്ന് പറയുന്നത് ഭഗവാന്റെ ധാമമാണ്. അവിടെ നമ്മൾ ഭഗവാന്റെ സേവകരായിരുന്നു എന്ന് നമ്മളുടെ ഉള്ള അറിവ് നമുക്ക് കിട്ടുന്നത് ആരിൽ കൂടിയാണ്? ഗുരുവിൽ കൂടിയാണ്. അതെങ്ങനെയാണ്, എന്താണ് എന്നാണ് ചൈതന്യ ചരിതാമൃതം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ സ്നേഹം ഭൗതിക ലോകത്തിൽ തലതിരിഞ്ഞ് പ്രതിബിംബിക്കുന്നതിനാൽ അതിന്റെ നിരന്തരത്വം നഷ്ടപ്പെടുകയും അത് മാദക സ്വഭാവം ഉള്ളതാവുകയും ചെയ്യുന്നു. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ എല്ലാം പ്രതിഫലിച്ചിട്ടാണ്. നമ്മള് ഭർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യയെ സ്നേഹിക്കുന്നെങ്കിൽ തിരിച്ചെന്തെങ്കിലും വേണം, ഇല്ലേ? മക്കളെ സ്നേഹിക്കുന്നെങ്കിലും അവരിൽ നിന്ന് തിരിച്ചു കിട്ടണം. അതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുന്നെങ്കിലും 1 കൊടുത്താൽ 10 കിട്ടണം, ഇല്ലെങ്കിലോ നമ്മൾ തിരിഞ്ഞു നോക്കുകയില്ല. ഇതാണ് നമ്മളുടെയൊക്കെ മനോഭാവം. പക്ഷെ ആധ്യാത്മിക ലോകത്തിൽ അങ്ങനെയല്ല. അവര് കൃഷ്ണനെ കേന്ദ്രീകരിച്ചിട്ടാണ്, ഭഗവാനെ ഫോക്കസ് ചെയ്തിട്ടാണ്. അവര് തിരിച്ചൊന്നുമേ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെ ഭഗവാനെ സന്തോഷിപ്പിക്കാം, ഇത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അവര് ചെയ്യുന്നതും അത് തന്നെയാണ്. സദാസമയം ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന പ്രവൃത്തികളാണ് അവർ ചെയ്യുന്നത്. ആ ഭഗവാന്റെ സന്തോഷം കണ്ട അവരും ആ ആനന്ദം അനുഭവിക്കുക, അവരുടെ സന്തോഷം കണ്ട ഭഗവാനും ആനന്ദം അനുഭവിക്കുക. ഇതാണ് ഭഗവത് ധാമത്തിൽ നടക്കുന്നത്. അപ്പൊ അതാണ് അതെങ്ങനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും, അതിനുള്ള ഒരു പരിശീലനമാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനം തന്നതാരാണ്? മഹാപ്രഭുവാണ് നമുക്കത് തന്നത്. നാം നമ്മളുടെ സ്നേഹം നമുക്ക് യഥാർത്ഥ അതീന്ദ്രിയ പ്രേമം വേണമെന്നുണ്ടെങ്കിൽ
നാം നമ്മളുടെ സ്നേഹം പരമസ്നേഹാർഹനായ കൃഷ്ണനിലേക്ക് തിരിച്ചുവിടണം. നമ്മൾ ഈ ഭൗതിക ലോകത്തില് കൊടുക്കുന്ന സ്നേഹം നമ്മളുടെ മക്കൾക്ക്, ഭർത്താവിന്, ഭാര്യയ്ക്ക്, ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് കൊടുക്കുന്ന സ്നേഹം നമ്മൾ ആരിലേക്ക് മാറ്റണം? ഭഗവാനിലേക്ക് കൊടുക്കുക. ഭഗവാനിലേക്ക്, അതായത് നമ്മൾ ഒരടി വെച്ച് മുന്നോട്ട് പോയാൽ ഭഗവാൻ 10 അടി വെച്ച് നമ്മളെക്കാട്ടിൽ മുമ്പേ നമ്മളോടൊപ്പം ഉണ്ടാകും. അതിന് യാതൊരു സംശയവുമില്ല. ഏതാപത്തിൽ ഭഗവാൻ കൈവിടാതെ നമ്മളുടെ ഒപ്പം ഉണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ കൈവിടും. നമ്മളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കില്ല. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഏതവസ്ഥയിൽ ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടാകും. അത് നമ്മൾ മനസ്സിലാക്കി ആ സ്നേഹം ഭഗവാന് കൊടുക്കും. എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഭൗതികമായിട്ടുള്ള എല്ലാ കടമകളും നമ്മൾ ചെയ്യണം. ഒന്നിന്നും ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമില്ല. എല്ലാം വിട്ടിട്ട് കാട്ടിൽ പോയി താമസിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും പോയി താമസിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് നമ്മളുടെ വീട് വൃന്ദാവനമാക്കി മാറ്റുക. ജഗസാക്ഷി പ്രഭു എപ്പോഴും പറയുന്നത് നമ്മളുടെ വീട് വൃന്ദാവനമാക്കി മാറ്റുക. നമ്മളുടെ എല്ലാ ആസക്തിയും, ഭൗതികമായിട്ടുള്ള എല്ലാ ആസക്തിയും വിട്ടിട്ട് നമ്മളുടെ മനസ്സും ബുദ്ധിയും ഭഗവാന് വിട്ടുകൊടുത്തുകൊണ്ട് ബാക്കി നമ്മളുടെ ഡ്യൂട്ടി ആയിട്ട്, കടമയായിട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഭഗവാനോടുള്ള സ്നേഹം വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇതാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. ആ ഒരു അവബോധത്തോടെ വേണം നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിക്കാനും ഭഗവാന് സേവനം ചെയ്യാനും. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഭഗവത് പ്രാപ്തി കൈവരിക്കാന് നമുക്ക് സാധിക്കും. അടുത്ത പാരഗ്രാഫ് വേഗം വായിക്കണം, സമയം കുറവാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, വേഗം വായിക്കൂ. ഭൗതിക അവബോധത്തിൽ നാം ഒട്ടും സ്നേഹയോഗ്യമല്ലാത്തതിനെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു. നാം നമ്മുടെ സ്നേഹം പൂച്ചകൾക്കും നായ്ക്കൾക്കും നൽകി മരണസമയത്ത് അവയെ ചിന്തിക്കേണ്ടി വരികയും തൽഫലമായി പൂച്ചകളുടെയും നായ്ക്കളുടെയും കുടുംബത്തിൽ ജനിക്കേണ്ടി വരികയും ചെയ്യുന്ന അപകടം ഉണ്ടാക്കുന്നു. മരണസമയത്തെ നമ്മുടെ അവബോധമാണ് നമ്മുടെ അടുത്ത ജന്മം നിശ്ചയിക്കുന്നത്. ഭൗതിക അവബോധത്തിൽ നാം ഒട്ടും സ്നേഹയോഗ്യമല്ലാത്തത്, ഈ ഭൗതിക ലോകത്തിലുള്ളവരെ തീർച്ചയായിട്ടും സ്നേഹിക്കാൻ അർഹതയുള്ളവരല്ല, നമ്മൾ ഉൾപ്പെടെ. കാരണം എന്താണ്? നമ്മളുടെ പാപം കൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ജനിച്ചത് തന്നെ, ഇല്ലേ? അപ്പം നമുക്ക് ഈ ശരീരം തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ആ പാപത്തെയൊക്കെ ഇല്ലായ്മ ചെയ്ത് ആ ശരീരം ഉപയോഗിച്ചിട്ട് ഭഗവാന് സേവനം ചെയ്ത് തിരിച്ച് ഭഗവത് ധാമത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഇവിടെ പരസ്പരം സ്നേഹിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുവിടാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഭഗവാനോടുള്ള സ്നേഹം നമ്മളിവിടെ നമ്മുടെ മക്കൾക്കും ഭർത്താവിനും ബന്ധുക്കൾക്കും അല്ലെങ്കിൽ നമ്മുടെ വളർത്തുനായ അല്ലെങ്കിൽ പൂച്ചകളെ, വളർത്തു മൃഗങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ട് എപ്പോഴും നമ്മളുടെ അവബോധത്തിൽ അതാണ്, എൻ്റെ നായ എവിടെ പോയി, നായ ഭക്ഷണം കഴിച്ചോ, നായ ഉറങ്ങിയോ. നമ്മളെ ദൂരെ ആയിരിക്കുമ്പോൾ നമ്മളുടെ ചിന്ത അതാണ്. അല്ലെങ്കിൽ വീട്ടിൽ പൂച്ച ഉണ്ടെങ്കിൽ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തോ, അതെന്ത് ചെയ്യുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ്. നമ്മൾ മരിക്കാൻ കിടക്കുമ്പോഴും മരണസമയത്തും നമ്മളുടെ അവബോധത്തിൽ ഇതായിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ മക്കളെ കുറിച്ചിട്ടാവും, ഇല്ലേ? ജഡഭരതന് പറ്റിയതുപോലെ ജഡഭരതന്റെ മരണസമയത്ത് ജഡഭരതൻ മാന്യനെ കുറിച്ച് ചിന്തിച്ചു. അടുത്ത ജന്മം എന്തായിട്ട് മാറി? മാനായിട്ട് മാറി. ഇതുപോലുള്ള അവസ്ഥയാവും നമ്മൾക്കും വരിക. പക്ഷെ ജഡഭരതൻ ഭക്തനായതുകൊണ്ട് ആ ജന്മത്തിൽ ഭഗവാന്റെ സ്മരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്ത ജന്മം ജഡഭരതനായിട്ട് മാറി ആ ജന്മം സഫലമാക്കാന് സാധിച്ചു. പക്ഷെ നമുക്കത് സാധിക്കത്തില്ല. കാരണം നമ്മൾ ഭക്തി പരിശീലനം തുടങ്ങിയിട്ടേ ഉള്ളൂ, നമ്മൾ എങ്ങും എത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് പിന്നെയും എന്താണ്, പുനർചർവ്വത ചർവണം എന്ന് പറയുന്ന പോലെ വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നും പോയും ഇരിക്കേണ്ടി വരും. അത് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. അതുകൊണ്ട് മരണസമയത്ത് നമ്മളുടെ ഉള്ളിലെ ഭഗവത് സ്മരണ നിലനിർത്തണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ അത് ചെറുപ്പത്തിലേ അത് പരിശീലിക്കണം. എങ്കിൽ അതുകൊണ്ടാണ് പറയുന്നത് 5 വയസ്സായി കുട്ടികൾ 5 വയസ്സായി കഴിഞ്ഞാല് അവർക്ക് ഭഗവാനെ കുറിച്ചുള്ള കഥകള്, ഗീതാ ശ്ലോകങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പൊ ആ കുട്ടിയുടെ ഉള്ളിൽ എപ്പോഴും ഭഗവത് സ്മരണ ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾ ഒരിക്കലും വഴിതെറ്റി പോവില്ല. അഥവാ തെറ്റായ മാർഗത്തിൽ പോയാൽ അവരുടൻ തന്നെ അത് വിട്ടിട്ട് വരും. കാരണം അവരുടെ ഉള്ളിലിരുന്നത് നമ്മളുടെ ഉള്ളിലെ ചൈത്യ ഗുരു എന്ന് പറയുന്ന പരമാത്മാവ് അവരെ വഴി തിരിച്ചു കൊണ്ടുവരും. നീ ചെയ്യുന്നത് തെറ്റാണ്, ഇത് ശരിയല്ല എന്ന് അവരെ പറഞ്ഞുകൊടുത്ത് നേരായ മാർഗത്തിലൂടെ നയിക്കും. അതുകൊണ്ടാണ് കുട്ടികളെ 5 വയസ്സ് മുതലേ ഭക്തി പരിശീലിപ്പിക്കണമെന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ അന്തിമ നിമിഷത്തില് ഭഗവത്ഗീതയില് ശ്ലോകമുണ്ട്, അന്ധകാലേച്ഛമാമേവം, അതുപോലെ എം വാപി സ്മരൺ ഭാവം. ഈ 2 ശ്ലോകങ്ങൾ സൂചിപ്പിക്കുന്നതാണ് നമ്മളുടെ എപ്പോഴും നമ്മളുടെ അവബോധത്തില് ഭഗവത് സ്മരണം നിലനിർത്തണം.
എങ്കിൽ മാത്രമേ അന്തിമ സമയത്ത് നമുക്ക് ഭഗവാനെ സ്മരിക്കാന് സാധിക്കുകയുള്ളൂ. ഇനി അഥവാ ഏതെങ്കിലും കാരണവശാൽ നമ്മളുടെ ബോധം നഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ നമുക്ക് ശബ്ദമെടുക്കാൻ പറ്റില്ല, തൊണ്ടയിലെ കഫം നിറഞ്ഞിരിക്കുകയാണ് എങ്കില് ഭഗവാനെ സ്മരിക്കാനുള്ള വഴി ഭഗവാൻ സ്വയം തോന്നിപ്പിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാന് നമ്മളോട് കരുണ വരണമെങ്കിൽ നമ്മൾ ഭഗവാനെ നേരത്തെ തന്നെ സ്മരിച്ചു തുടങ്ങിയിരിക്കണം. എങ്കിൽ മാത്രമേ ആ മരണസമയത്ത് ആ നിമിഷത്തില് നമുക്ക് ഭഗവത് സ്മരണം നിലനിർത്താന് നമുക്ക് സാധിക്കുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. മരണസമയത്ത് നമ്മളുടെ അവബോധമാണ് നമ്മുടെ അടുത്ത ജന്മം നിശ്ചയിക്കുന്നത്. ഇവിടെ ഉദാഹരണം പറയുന്നുണ്ട്. വേദശാസ്ത്രങ്ങൾ ഒരു സ്ത്രീയുടെ പാതിവൃത്യത്തിൽ കാർക്കശ്യം പുലർത്തുന്നതിന്റെ കാരണം ഇതാണ്. സ്ത്രീകളെ പതിവ്രതകളായിരിക്കണം, എപ്പോഴും ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം ആ ഭർത്താവിനോടുള്ള ആസക്തി ഉണ്ടെങ്കിൽ ആ മരണസമയത്ത് ആ സ്ത്രീ ചിന്തിക്കുന്നത് ആരെ കുറിച്ചിട്ടാവും? ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കും. അപ്പൊ അടുത്ത ജന്മം ആ സ്ത്രീക്ക് പുരുഷ ജന്മം കൈവരിക്കാന് സാധിക്കും. സ്ത്രീ ജന്മത്തെക്കാട്ടിലും ശ്രേഷ്ഠമാണ് പുരുഷ ജന്മം എന്ന് ഇവിടെ പറയുന്നുണ്ട്. കാരണം എന്താണ്? ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പുരുഷന്മാർക്കാണ് കൂടുതൽ എളുപ്പം. കാരണം സ്ത്രീകൾക്ക് പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കുന്നത് സ്ത്രീകളാണ്. പുരുഷന്മാർക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. അവര് ജോലി ചെയ്യുന്നുണ്ട്, അവര് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും സ്ത്രീകൾക്കാണ് ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ. മക്കളുടെ കാര്യത്തിലാണെങ്കിലും സ്ത്രീകളാണ് ഉത്തരവാദിത്വം എടുക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് അവരുടെ അവബോധം പലപ്പോഴും ഭൗതികതയിൽ കുടുങ്ങിക്കിടക്കും. പക്ഷെ പുരുഷന്മാർക്ക് അതില്ല. അവർക്ക് ആധ്യാത്മികമായിട്ടുള്ള അവബോധത്തിലേക്ക് വരാൻ അവർക്കുള്ളതിനുള്ള കഴിവ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് സ്ത്രീ ജന്മത്തെക്കാട്ടിലും ശ്രേഷ്ഠം പുരുഷ ജന്മമാണ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അടുത്ത ജന്മം പുരുഷനായിട്ട് ജനിച്ച് ആധ്യാത്മിക കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് കൂടുതൽ സൗകര്യം ഒരു സ്ത്രീക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചിട്ട് സ്ത്രീക്ക് ജന്മമായാൽ സാക്ഷാത്കാരം കിട്ടില്ല എന്നില്ല. ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, കാരണം ഭഗവാന് സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസമില്ല. ഭഗവത്ഗീതയില് പറയുന്നുണ്ട് ഭഗവാൻ പുരുഷനും സ്ത്രീക്കും തമ്മിൽ വിവേചനം കൽപ്പിക്കാത്ത കൃഷ്ണാവബോധ പ്രക്രിയ രണ്ടു കൂട്ടർക്കും തുല്യസ്ഥാനമാണ് കൃഷ്ണാവബോധത്തില് കൊടുത്തിരിക്കുന്നത്. ഭഗവത്ഗീത 9:32 പറയുന്നുണ്ട്. ആ ശ്ലോകം എന്ന് പറയുന്നത് മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ എന്നുള്ള ശ്ലോകം. ആ ശ്ലോകത്തിലും പറയുന്നുണ്ട്, എനിക്ക് സ്ത്രീയെന്നോ പുരുഷനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ എന്നുള്ള യാതൊരു വ്യത്യാസമേ ഇല്ല. എന്നെ ഭക്തിപൂർവം ആരെ ആരാധിക്കുന്നുവോ അവരെ ഞാൻ സ്വീകരിക്കും, അവരോട് ഞാൻ കാരുണ്യം കാണിക്കുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. എന്നെ ആശ്രയം പ്രാപിക്കുന്ന ഏതൊരുവനും ഒരു സ്ത്രീയോ ശൂദ്രനോ വൈശ്യനോ അല്ലെങ്കിൽ അധമ ജന്മത്തിലുള്ള മറ്റാരെങ്കിലും ആയാലും എന്റെ സഹവാസം നേടുമെന്ന് ഉറപ്പാണ്. ഇത് ഭഗവാൻ നമുക്ക് വാക്ക് തരുന്നതാണ്. ഭഗവാന്റെ വാക്ക് നമ്മളുടെ വാക്ക് പോലെയല്ല. നമ്മൾ വാക്ക് പറഞ്ഞാൽ അടുത്ത നിമിഷം കാലുമാറും. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ ആ വാക്ക് പാലിച്ചിരിക്കും ഏതവസ്ഥയിലാണെങ്കിലും. അതുകൊണ്ട് നമ്മള് ഉള്ള സമയം നമ്മൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ട് ഭഗവാന്റെ ഭക്തി പരിശീലിച്ച് ഈ ജന്മം സഫലമാക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.